പണ്ടൊരു കാലത്ത് ഹംപി രാജ്യത്ത് വിരൂപരാജൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മഹാമന്ത്രി എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തീരുമാനമെടുക്കാനും സഹായിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ മഹാമന്ത്രി വയസ്സായത് കാരണം മരിച്ചുപോയി. അന്നു മുതൽ ബുദ്ധിമാനായ ഒരു മന്ത്രിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മഹാരാജാവ് തുടങ്ങിയിരുന്നു. മഹാമന്ത്രിയുടെ പദവിക്ക് വേണ്ടി പലരും വന്നിരുന്നു. പക്ഷേ അതിലാർക്കും മഹാമന്ത്രിയാകുവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, മഹാരാജാവിനും അവരെ ആരും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം നല്ലവണ്ണം ആലോചിച്ച് ഇതിനുവേണ്ടി മഹാരാജാവ് ഒരു മത്സരം ഏർപ്പാടാക്കി. ഒരു വെളുത്ത പേപ്പറിൽ മനോഹരമായ തൂവൽ കൊണ്ട് ഒരു വര വരച്ചു. ആ വരയിൽ തൊടാതെ അത് ചെറുതാക്കണമെന്നും അങ്ങനെ ചെറുതാക്കുന്നവരെ ഉടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്നും സേവകന്മാരോട് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. സേവകന്മാർ ഗ്രാമം മുഴുവനും ചെന്ന് ഈ വരയിൽ തൊടാതെ ഇത് ചെറുതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിലര് പറഞ്ഞു, ഇതൊരിക്കലും സാധ്യമല്ല, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ എന്ന് പറഞ്ഞ് കളിയാക്കി. മറ്റു ചിലരാകട്ടെ, ഞങ്ങൾക്കെന്താ വേറെ ജോലിയില്ലെന്ന് കരുതിയോ ഇതുപോലത്തെ കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്ന് ദേഷ്യപ്പെട്ടു. സേവകന്മാർ നടന്ന് രാജാവ് ഏർപ്പാടാക്കിയ മത്സരത്തിൽ ഇവിടെ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന് അവര് രണ്ടുപേരും ഒരു ഗുരുകുലത്തിലേക്ക് വന്നു. ആ ഗുരുകുലത്തിൽ ശിവദത്തൻ എന്നു പേരുള്ള ഒരു പണ്ഡിതൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മനസ്സിലാകും വലിയ ബുദ്ധിമാനാണെന്ന്, ഒരുപാട് പഠിച്ചയാളാണെന്നും. രാജാവിന്റെ സേവകന്മാർ ഗുരുദത്തന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരു, മഹാരാജാവ് ഒരു മത്സരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങേക്കിത് സാധ്യമാകുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഒരു കടലാസ് കൊടുത്തിട്ട്, ഈ കടലാസിലുള്ള വര അതിൽ തൊടാതെ ചെറുതാക്കണം, ഇതാണ് മത്സരം എന്ന് പറഞ്ഞു. ശിവദത്തന് ഇതെങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലായില്ല. അവരോടിരിക്കാൻ പറഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരുള്ള സ്ഥലത്തേക്ക് പോയി രാജാവ് ഏർപ്പാടാക്കിയ മത്സരത്തിന്റെ കാര്യം അവരോട് പറഞ്ഞു. അവർക്കാർക്കും ഉത്തരം അറിയില്ലായിരുന്നു. അപ്പോൾ വിശ്വൻ എന്നു പേരുള്ള ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഇത് വളരെ എളുപ്പമല്ലേ? ഇതിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ എന്നെ നല്ല ശിഷ്യനാണെന്ന് പറയാമോ? അതിന് ശിവദത്തൻ പറഞ്ഞു, വിശ്വ, നിന്നെക്കൊണ്ട് ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും കഴിയും ഗുരു, അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് കടലാസിലുള്ള ചെറിയ വരയ്ക്ക് മുകളിലായി ഒരു വലിയ വര വരച്ചു. ഗുരു, ഇപ്പോൾ ഈ വരയ്ക്ക് താഴെയുള്ള ഈ വര ചെറുത് തന്നെയല്ലേ? ഈ വരയിൽ തൊടാതെ തന്നെ ഞാനിത് ചെറുതാക്കിയില്ലേ എന്ന് പറഞ്ഞു. ശിവദത്തൻ തന്റെ ശിഷ്യന്റെ സാമർഥ്യം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ ശിവദത്തൻ, വിശ്വ, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടുപിടിച്ചതായിട്ടേ പറയൂ. അതുമാത്രമല്ല, രാജാവ് നൽകുന്ന സമ്മാനം എനിക്ക് തന്നെ വേണം. അത് നീ എനിക്ക് തരുന്ന ഗുരുദക്ഷിണയായി ഞാൻ എടുത്തോളാം. എന്തു പറയുന്നു എന്ന് ചോദിച്ചു. വിശ്വ പറഞ്ഞു, ഗുരുദേവ, അങ്ങനെ തന്നെ ചെയ്തോളൂ. അങ്ങ് പറഞ്ഞത് ഞാൻ എന്നെങ്കിലും അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഗുരു സന്തോഷത്തോടെ പോയി രാജാവിന്റെ സേവകന്മാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ സേവകന്മാർ അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കണ്ടെത്തിയ ശിവദത്തനെ രാജാവ് പ്രശംസിച്ചു. പക്ഷേ അദ്ദേഹത്തോട് രാജാവിന് ചെറിയൊരു സംശയവും ഉണ്ടായിരുന്നു. രാജാവ് ശിവദത്തനോട് പറഞ്ഞു, എന്റെ വിശ്വസ്തനായ മഹാമന്ത്രി പോയതിനു ശേഷം ആ സ്ഥാനത്തേക്ക് യോഗ്യനായ ഒരാളെ വേണം. അതിനുവേണ്ടിയാണ് ഈ മത്സരം ഏർപ്പാടാക്കിയത്. അങ്ങേക്കും മറ്റൊരു മത്സരം കൂടിയുണ്ട് എന്ന് പറഞ്ഞു. ശിവദത്തൻ, രാജാവ് നൽകുന്ന സമ്മാനം മോഹിച്ച് ഇവിടെ വന്ന് കുടുങ്ങിപ്പോയല്ലോ. ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചു. ഇപ്പോ ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ശിക്ഷ ലഭിക്കും എന്ന് മനസ്സിലോർത്തു. രാജാവ് തന്റെ രാജസഭയിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ച് എല്ലാവർക്കും നടുവിൽ ഒരു കസേരയിട്ട് അതിനു മുകളിൽ ഒരു സ്വർണ്ണ കിണ്ണം വെച്ചിട്ട് അതിനുള്ളിൽ ചില രാജമുദ്രകളും വെച്ചിരുന്നു. ശിവദത്തനോട് പറഞ്ഞു, ഗുരു, അങ്ങ് ഈ മെത്തയിൽ ചവിട്ടാതെ ആ രാജമുദ്രകൾ എടുത്തുകൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ലാത്ത ശിവദത്തൻ തല കുനിച്ചു നിന്നു. ശിവദത്തന്റെ മുഖം കണ്ട മഹാരാജാവ് പറഞ്ഞു, ഗുരു, അദ്ദേഹത്തെ കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലേ? അങ്ങയെ കാണുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇതിനു മുൻപ് നടന്ന മത്സരത്തിൽ അങ്ങ് തന്നെയാണോ വിജയിച്ചത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങേക്ക് പറഞ്ഞു തന്നതാണോ? സത്യം പറയൂ ഗുരു എന്ന് ചോദിച്ചു. അതിന് ശിവദത്തൻ, ക്ഷമിച്ചാലും മഹാരാജൻ, ആദ്യത്തെ മത്സരത്തിൽ എന്റെ ശിഷ്യൻ വിശ്വനാണ് വിജയിച്ചത്.
അങ്ങ് നൽകുന്ന സമ്മാനം മോഹിച്ച് ഞാൻ ചെയ്തതായി കള്ളം പറഞ്ഞു. ദയവായി അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം മഹാരാജാവ് തന്റെ സേവകന്മാരെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ച് വിശ്വനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് വിശ്വനോട് പറഞ്ഞു, വിശ്വ, നിന്റെ ഗുരുഭക്തിയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ബുദ്ധിമാനായ ഒരു മന്ത്രിയെ ഞാൻ അന്വേഷിക്കുകയാണ്. ഞാനൊരു മത്സരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ നിനക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. വിശ്വൻ ഭവ്യതയോടെ പറഞ്ഞു, അങ്ങനെയാവട്ടെ മഹാരാജൻ. എന്താണ് മത്സരമെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. രാജസഭയിൽ വിരിച്ചിരിക്കുന്ന മെത്തകൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ചവിട്ടാതെ നടുവിലുള്ള രാജമുദ്രകൾ എടുത്തുകൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വിശ്വൻ ഒട്ടും ആലോചിക്കാതെ താഴെ കുനിഞ്ഞ് മെത്തകൾ ഓരോന്നായി മടക്കി മാറ്റിവെച്ചിട്ട് നടുവിലുണ്ടായിരുന്ന രാജമുദ്രകൾ ഓരോന്നായി എടുത്ത് രാജാവിന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. രാജസഭയിലെ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. വിശ്വന്റെ ഈ ബുദ്ധി കണ്ട മഹാരാജാവ് ഉടൻ തന്നെ അവനെ രാജമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം വിശ്വൻ മഹാമന്ത്രി പദവി സാമർത്ഥ്യത്തോടെ നിർവഹിച്ച് മഹാരാജാവിന്റെ വിശ്വസ്തനായ മന്ത്രിയായും മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നവനായും ജീവിച്ചു. ഹായ് കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും നമുക്ക് ബന്ധപ്പെടാം. താങ്ക് യു. ബൈ ബൈ.